എന്റെ അമ്മ ഇവിടെ ഫുൾ ആള് കേട്ടോ. ഇന്ന് ഘോഷയാത്രയാണ്. നിനക്ക് നിനക്ക് എനിക്ക് എലിയുടെ പിള്ളേരെ നോക്കി ഇന്നാ ഈ കേസും വക്കാണത്തിനൊന്നും വാദിക്കാനുള്ള ശക്തിയില്ല. ആ ധാരണ വൈബാ അളിയ എന്താ കണ്ടാ? നിന്നെ എത്ര ദിവസം കണ്ട്? സുഖമാണോ അളിയ? സുഖം. അളിയ ഞാൻ ഇങ്ങനെ അളിയ മുതുക്കിൽ ഇങ്ങനെ ചുമ്മാ നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് ഒരു നീ സംസാരിക്കില്ല. അളിയ നീ സംസാരിക്കുന്നില്ല. അളിയ പള്ളി എടുക്കാനുള്ള ഒരു മൈൻഡില്ല അളിയ. നീ സംസാരിക്ക കണ്ടന്റില്. അളിയോ വാ അളിയ വാ. അവിടത്തെ പ്രശ്നം അളിയാ. നിങ്ങൾ ട്രിപ്ലക്സ് പിന്നെ ആരുവാ? WKD അത് വക്കാണ്ട കണ്ടില്ല. പ്രശ്നമാണല്ലോ ഇവിടെ, പ്രശ്നമാണല്ലോ. അമ്മയെ കൊണ്ടുപോയി. ഹൈപ്പർ ഞാൻ കണ്ണപ്പി ഞാൻ വന്നു. ജസ്റ്റ് റീച്ച് ഓഫ്. താങ്ക് യു 40 rupees സൂപ്പർ ചാറ്റ്. എന്തുപറ്റിയാ പ്രശ്നം? എന്താ ഹലോ അമ്മാര് ചുമ്മാ സിറ്റുവേഷൻ. ഓ അങ്ങനെ കണ്ടിന്യൂ കൊഴുക്കട്ടങ്ങ്. എന്തൊക്കെ ഇത് എരിയെടുത്ത് എന്നാലും ഇപ്പൊ ഷട്ടിക്കച്ചവടം. SRK എവിടെ? ഇതായിട്ടില്ല മെമ്പർ. ഹലോ SRK എവിടാ? ഞാൻ ഇവിടെ പുതുക്കി പോടാ. ഇങ്ങോട്ടാ. എവിടെ? ആടാ സർബത്തെ കുട്ടാ. അണ്ണൻ എന്നെ കൊണ്ട് ഇച്ചിരി ബിറ്റ് കോയിൻ വാങ്ങിച്ചു. ഒരു 2 കോടിക്ക്. 90,000 ആവുമ്പോ നീ വിറ്റോ. ഇപ്പൊ 88,000 ആയി. 90,000 ആവുമ്പോ നീ വിറ്റോ. ഓക്കെ സെറ്റ്. ബിറ്റ് കോയിൻ അങ്ങ് കേറിയടാ. കേറിയപ്പം ഇനിയിപ്പം മേടിക്കാൻ ലാഭം എത്തീരും ഇനിയൊന്നും കേറും. എത്തീരും കേറൂ ഉറപ്പാണോ? കേറും ധൈര്യമായിട്ട് വെച്ചോ. 2,400 ആവും എത്തീരും സൂൺ. ഇനി ഈ വീക്ക് ഫുള്ള് ബിറ്റ് കോയിനും കൂടും എത്തീരിയും കൂടും, രണ്ടും കൂടും. ബിനാമി വേണ്ടേ? ബിനാമി ഏത് ബിനാമി? ആരുണ്ട്? അത് നല്ലൊരു വിശ്വസ്തത നമുക്ക് കണ്ടുപിടിക്കണം. നീ കണ്ടുപിടിച്ചിട്ട് തന്നെ ഒരു വിളി. സ്കാം ഒന്നും ചെയ്യാത്ത പയ്യനെ വിളിക്കണേ. ഞാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അളിയാ എടാ ട്രിപ്പിൾഎക്സിലുള്ളവന്മാരല്ലടാ സ്പീഡെ. അതിനകത്ത് വൈബ് വന്നിട്ട് എന്നെ അളിയാന്നൊരു വിളിയും സംസാരവും. ഓ അതിനകത്ത് വൈബ് അതാരെന്നറിയാ? സംസാരം വൈബ്. കണ്ണാളിയാ എവിടായിരുന്നു അളിയാന്ന് ഞാൻ വണ്ടിന്ന് ഇറങ്ങിയപ്പോഴേ. വള്ളി പിടിക്കാൻ വരുന്നാണോ? കൊറേ നേരം മറ്റേ ഒരു അടി കിട്ടിയപ്പോ ബഹുമാനൊക്കെ വന്നവന്. സിറ്റിസണാന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു ആരാ സിറ്റിസണാന്ന് അറിയില്ല.
ജനിയില്ലേ നമ്മളെ അഞ്ഞൂന്റെ കൂടെ നടന്നേ. ഓ മനസ്സിലായി മനസ്സിലായി. മറ്റേ പെൺകുട്ടിന്റെ അടുത്തോട്ടാ വന്നതാ. അയ്യടാ വെറുതെ സംസാരിച്ച് തന്നെ ഇവന്മാരെ അടിക്കാൻ ആ മറ്റേ വിളി ഇതിന്റെ ഈ സംസാരത്തിന്റെ പേര് പറഞ്ഞ അടിക്കാന്ന് പറയുമ്പോ ട്രിപ്ലക്സിനോടൊക്കെ ഇവന്മാര് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് എത്ര നാളായി? അവിടെ സിറ്റുവേഷൻ 3 ദിവസം കഴിഞ്ഞു പിന്നെ അളിയാ ഷാഗി നീ 3 ദിവസം ഒരാഴ്ച ആയില്ല അളിയാ. ഒരാഴ്ചയായി. അന്ന് ചോദിക്കാൻ വന്നില്ല, അന്ന് അവനെ അടിച്ചിട്ടേനും കത്തിച്ചേനും ഒന്നും പ്രശ്നമില്ല. ഓ ആൾക്ക് ഇപ്പഴും തോക്ക് കിട്ടിയിട്ടില്ല കത്തിച്ചേന്. അതിന്റെ പ്രശ്നമാണ്. ഓ വാ സഹോദരാ സഹോദരാ ഓ ഓ സഹോദരന്മാരെ ഒന്നിനും നേരത്തെ സംസാരിച്ചത് 3 സഹോദരന്മാര് ഒന്ന് വരുമോ? ഓ എന്തെറ്റി? എന്ത് പറ്റി? പ്രശ്നം എന്തുവാ? ഓ ത്രിപ്ലക്സ് അല്ലേ? നിങ്ങള് ഗ്യാങ് ആണോ? അതെ ഓ ആണോടാ? ഞാൻ ആദ്യം വന്നപ്പോ ടി വി എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓ പറഞ്ഞായിരുന്നു. ആ അതെന്താ ബ്രോ ടി വി എന്ത് ചെയ്തു പറ. ഒന്നും ചെയ്തൊന്നല്ല വന്നൂന്നല്ലേ പറഞ്ഞ സുഹൃത്തെ. ടി വി എന്ത് വന്നു? അവിടെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വന്നോ? സംസാരിക്കാൻ അങ്ങോട്ട് ആ പെൺകുട്ടീന്റെ അടുത്തോട്ട് വന്നൂന്ന് പറഞ്ഞാണ് സുഹൃത്തെ. അപ്പം ടി വി അതിന്റെ എന്ത് മുതുക്കി അങ്ങനെ സംസാരം നടക്കുമ്പോ അതിന്റെ അടുത്തോട്ട് വന്നാലെന്താ പ്രശ്നം? എന്താ അപ്പൊ ടി വി വള്ളിയാവോ? അപ്പൊ ടി വി വള്ളിയാവോ? വള്ളിയായിന്ന് പറഞ്ഞോ? വന്നൂന്നല്ലേ പറഞ്ഞേ? എന്തൊക്കെയാണ് സുഹൃത്തെ പറഞ്ഞത്? നിങ്ങൾ ആദ്യം പറ. അതിന്റെ ഇടയ്ക്ക് ടി വി കാര് കയറി ഇടപെടേണ്ട നല്ല വൈബുള്ള കണ്ടിട്ടുണ്ട് എടുക്കട്ടെ. ആരാണ്? എടാ കുട്ടാ ഏതോ അല്ലല്ല ബ്രോ കണ്ണാപ്പി അല്ലല്ല നമ്മളിവിടെ വേറെ കാര്യം സംസാരിക്കാം. നമ്മളിവിടെ വേറെ കാര്യം സംസാരിക്കാം. അല്ല ബ്രോ നിങ്ങൾ വന്നിട്ട് മറ്റേ വള്ളി ആയെന്നൊക്കെ പറയുന്ന കേട്ട് അല്ല ഇങ്ങനെ മാറിന്ന് മുതുകിലെ സംസാരിക്കുമ്പോഴേ അയ്യോ നിങ്ങളായിട്ട് വല്ലിയെന്നല്ല ബ്രോ അന്യനും അമ്പി കളിക്കാൻ എന്റെ ചെവി. എടാ ടി വിയിലായാലും വക്കാണ്ടെ പോയി വള്ളി എടുത്തോടാ. വക്കാണ്ടെ മെമ്പേഴ്സിന് സംസാരിക്കാൻ പറ്റുന്നോ? ആ ഓക്കെ ആ നിങ്ങളല്ലേ വക്കാണ്ടാ? ആ നിങ്ങൾ എന്ത് പറ്റി നിങ്ങൾ ഇങ്ങനെ മറ്റേ സൈഡിൽ നിന്ന് മറ്റേ കുറ്റം പറയുന്നത്? അല്ല നിങ്ങൾ സൈഡിൽ നിന്ന് കുറ്റം പറയുന്നതായിട്ട് ടി വി അവിടെ വന്നെന്ന് പറഞ്ഞു. ടി വി എന്തിനാണ് അവിടെ ഡ്രാഗ് ചെയ്യേണ്ടത് ബ്രോ? ആര് ടിവിനെ പറഞ്ഞു? ടിവിനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ബ്രോ വേണ്ട അപ്പി വേണ്ട ഇല്ല ബ്രോ ഇല്ല, സത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മള് സാധനം കേട്ടാണ് പറയുന്നേ ബ്രോ നിങ്ങൾ എന്താ പറഞ്ഞെന്ന് പറയാൻ പറ്റും ബ്രോ? ബ്രോ അതിന്റെ ഇടയിൽ ടി വിക്കാര് ഉണ്ടാക്കി കയറി വന്നത് ഇങ്ങനെയാണ് നീ പറഞ്ഞത്. ഏത് ടി വിക്കാരാണ് ഉണ്ടാക്കി കയറി വന്നത് നിങ്ങൾക്ക് അറിയണമല്ലോ. അവിടെ മൾട്ടിപ്പിൾ ഓഫ് ആൾക്കാരുണ്ടായിരുന്നു ബ്രോ, നമ്മളെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല ബ്രോ. എടാ എന്താടാ നീയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല? ഞാൻ കേട്ട പിന്നെന്തുവാ? ഇല്ല ബ്രോ, ഞങ്ങളുടെ വായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല, സത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആ നിങ്ങളുടെ വായിന്ന് പറഞ്ഞിട്ടില്ല ഉറപ്പല്ലേ? സത്യം ഞങ്ങൾ അങ്ങനെ ഗ്യാങ്ങാണ് സത്യം ഇട്ടില്ലേ? അവന്മാര് ഗ്യാങ്ങിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള പയ്യന്മാരല്ലേ? അപ്പം ഗ്യാങ്ങാണ് സത്യം ഇട്ടേ പറ്റൂ. വിട്ടാരടാ നമ്മള് ചോദിച്ചു, നമ്മള് കേട്ടപ്പം ചോദിച്ചു ബ്രോ, അത്രേ ഉള്ളൂ. ശരി അന്ന് മറ്റേ CM ആയിട്ടൊരു സിറ്റുവേഷൻ ആയത് ഓർമ്മയില്ല? MG-ല് വെച്ചിട്ട് അതേമാതിരി അവര് പറഞ്ഞപ്പോ ഓ പറഞ്ഞോ എന്താ ബ്രോ? ആ പറ ബ്രോ. ആ നല്ലല്ലോ ബ്രോ, നിങ്ങള് 3 പേരോടെ നിന്ന് പറയാൻ നമ്മള് കേട്ടായിരുന്നു ബ്രോ. അതാണ് ഞാൻ നമ്മളെ വെറുതെ എല്ലാ സിറ്റുവേഷനിലും ഡ്രാഗ് ചെയ്ത് നടക്കാടാ. അല്ല അവന്മാരല്ലേ കുറച്ചേരം മുന്നേ പറഞ്ഞിട്ടില്ലേ ഗ്യാങ്ങാണ് സത്യം പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് സോറി. എനിക്കങ്ങ് മൈൻഡ് ചെയ്യാൻ വേണ്ട. അത് റിഫ്ലക്സ് ആയിട്ടുള്ളല്ലേ? ഞാൻ ഇത് കാര്യം ചോദിച്ചാണ്. അവര് സോറി പറഞ്ഞു. ഇത് പ്രായം തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതന്ന് മാതിരി. ഇതിപ്പോ എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഞാൻ എന്റെ പേര് പറയാൻ മറന്നു അവനോട് സംസാരിച്ചു. പാച്ചൂസേ